നമസ്കാരം. ഞാൻ നിസാറാണ് മാമുക്കോന്റെ. ഞാനേ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന എനിക്ക് ഉപകാരപ്പെട്ട ഒരു സാധനം പറയാൻ വന്ന. ഇന്നലെ ഒരു കല്യാണത്തിന് പോയപ്പോ ഈ വില കൂടിയ ഷർട്ടുകളൊക്കെ നമുക്ക് വലിയൊരു ബേജാറല്ല. അപ്പൊ ഈ അച്ചാർ ഒഴിച്ച് തന്ന പയ്യന് ഓന്റെ കയ്യിൽ നിന്റെ ഷർട്ടില് അച്ചാറായി. അപ്പൊ ഞാൻ ആയപ്പോ പിന്നെ ഇത് എനിക്കിങ്ങനെ എന്റെ അടുത്ത് കയ്യിലൊരു മന്ത്രം ഉള്ളതുകൊണ്ട് ഈ മാജിക്കിന്റെ ഒരു സാധനമുള്ള ധൈര്യത്തിൽ നിന്ന് ഞാനിത് അവിടുന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ബേസിൽ ഇട്ടിട്ട് വെള്ളം വേറെ സോപ്പൊന്നും ഉപയോഗിക്കാതെ ഞാൻ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്. വാഷ് ബേസിലിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് പോന്നു. ഇന്നിപ്പോ ഞാനത് മാറ്റാൻ എൻ്റെ കയ്യിൽ ഈ സാധനമുള്ള ധൈര്യത്തിലായിരുന്നു ഞാൻ നിന്നത്. ഇനിയിപ്പോ ഇതിന്റെ മുകളിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ട് കാണിക്കാം. ഇത് നമ്മൾ വില കൂടിയ ഷർട്ടുകളൊക്കെ വാങ്ങുമ്പോൾ നമുക്കുള്ള വലിയൊരു ബേജാറ സംഭവിച്ചു പോയാലും സാരിയായി ഡ്രസ്സായി എന്തായാലും. അപ്പൊ ഇങ്ങനെ എന്നിട്ട് ഇതൊന്ന് കാണിച്ച ഒരു മിനിറ്റ്. ഇതിങ്ങനെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം പോകും. നമ്മൾ സാരിയിലായാലും ചുരിദാറിലായാലും ഒക്കെ ഇതിന്റെ ഇത് കണ്ടോ പോകുന്നുണ്ട്. ഇത് ഈ ഒരു ധൈര്യത്തിലാണ് ഞാൻ നിന്നത്. നമ്മൾ പൈസ ഒക്കെ കൊടുത്ത് ഷർട്ട് വാങ്ങിയ വൈഫിനെ വന്ന് ചീത്ത പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ലല്ലോ. പിന്നെ ഇതെന്താ സംഭവിച്ചങ്ങൾ വാഷ് ചെയ്യുമ്പോൾ ഇതൊന്ന് ജസ്റ്റ് വെള്ളം കൊണ്ടൊന്ന് വാഷ് ചെയ്താൽ മതി. കഴുകണതിന് പകരം നമ്മൾ സോപ്പൊക്കെ ഉപയോഗിച്ച് സാബൂനൊക്കെ ഉപയോഗിച്ച് നാശമായി കഴിഞ്ഞാൽ പിന്നെ ഇത് മാറില്ല. കാലപ്പൈക്കുള്ള കറകളും പോവില്ല. ഇത് ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള കറകൾ ഇന്നലെയൊക്കെ കുടുങ്ങിയ സാധനമാണെങ്കിൽ നമുക്ക് പോക്കാൻ പറ്റൂ. അത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു സാധനം ഉണ്ട് എന്നോട്. ഞാൻ ഈ സാധനം പറഞ്ഞിട്ട് നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾക്ക് എങ്ങാണ്ട് ഉപയോഗപ്പെട്ടില്ല എന്നുള്ള പിറ്റേ ദിവസം നിങ്ങൾ തിരിച്ചയക്കണം. നിങ്ങളെ പൈസ നിങ്ങളെ അക്കൗണ്ടിൽ വരും. അത് ഞാൻ എന്നും പറയുന്നതാണ്. പിന്നെ പറയണ പോലെ തന്നെ നിങ്ങൾ നോക്കിയിട്ട് ഉപയോഗിക്കണം, ശ്രദ്ധിച്ച് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ കറ ഇത് ഞാൻ പോക്കി തരും. ഇത് പെണ്ണ് കൊണ്ട് മക്കൾ എഴുതുന്ന പെണ്ണുകൊണ്ട് മക്കൾ ഷർട്ടിൽ വരട്ടാൽ പോലും ഇതിൽ പോക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഇത് അടിച്ചിട്ട് നോക്കിക്കരുത് കേട്ടോ. മാജിക് ആയിട്ട് ഇത് താനെ പോകുന്നില്ല. ഇത് കുറച്ച് അധ്വാനിക്കണ മസിലൊക്കെ ഇട്ട് എഴുതിയിട്ട് വരി കാണിച്ചു തരാം. വാഷ് ബേസിൽ ഇട്ടത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും. ഞാൻ വെറുതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുക. ഈ ഒരു ധൈര്യത്തിലിരുന്ന് ഞാൻ ഈ ഷർട്ടായിട്ട് വീട്ടിൽ പോയത്. ഇതൊക്കെ അലക്കാൻ പൂതിയായിട്ട് കാണിക്കല്ല. അത് ചെയ്യുമ്പോൾ ഒരു വൃത്തിയായിക്കോട്ടെ എന്ന് വിചാരിച്ചൊരു കാണിച്ചു തരാം. വേറൊരാൾ അലക്കി കാണിച്ചതൊരു ബുദ്ധിമുട്ടുണ്ടാവുണ്ടല്ലോ. നല്ല അപ്പൊ അതായത് ഷർട്ട് ഒഴിവാക്കേണ്ടി വരുന്നു, നിലം തൊടിക്കാൻ കൊടുക്കേണ്ടി വരും വിചാരിച്ച ഷർട്ടാ. തൽക്കാലം 3 ദിവസത്തിലിട്ട് വാഷ് ചെയ്ത് ഉപയോഗിക്കാന്നുള്ള കണ്ടീഷനിലായി. വെറുതെ പറയണല്ല, വെറുതെ അങ്ങനെ പറയുക. വന്നിട്ടാ ഈ സാധനമാണ് ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് കാണിച്ചു തന്നത്. എവിടെയും ഒരു പൊടി മഞ്ഞക്കറില്ല. ഇതാണ് പറയാനുള്ളത്. ഈ സാധനം വാങ്ങാ. പഴയ കറ പോവില്ല. പുതിയ കറ വെറും വെള്ളം കൊണ്ട് വാഷ് ചെയ്ത് വന്നാൽ നമുക്ക് പോക്കി കാണിക്കാം. ഇതാട്ടോ അച്ചാറിന്റെ കറ പോയിട്ടോ നല്ല നോക്കിക്കോ. ഈ സാധനം ഇനി നമ്മള് പിന്നെ നേരത്തെ പറഞ്ഞ ആ കറ പോയി. ഇനിയിപ്പോ ഉള്ളത് ഞാൻ പെന്നിന്റെതാ. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ 10 രൂപേന്റെ സാധാ പെന്നാണ്, മാജിക് പെന്നൊന്നല്ല. ഇതിന്റെ മുകളിൽ ഞാൻ ഇതിന്റെ മുകളിൽ പെന്നോണ്ട് ഇത് മക്കൾ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോഴൊക്കെ മക്കളെ ഡ്രസ്സിന്റെ മുകളിൽ ഒക്കെ വരും കുറിയൊക്കെ ഉണ്ടാവും. ചെറിയ മക്കളെ ഡ്രസ്സുമേലൊക്കെ വരും കുറി ഉണ്ടാവും. സത്യത്തിൽ ഇത് വില കൂടിയ സെറ്റ് സ്ഥിരമായിട്ടിടുന്ന ഓമനിച്ചിടുന്ന ഷർട്ടുകളാ. ഇതൊക്കെ ഇതുമേൽ ചെയ്യണത് ഇതൊന്ന് കാണിക്കുക എന്ന് വേണ്ടി തന്നെ. ഇതൊക്കെ തമ്പോണ്ട് ഒപ്പിടുമ്പോഴൊക്കെ നമ്മൾ ഈ മഷി ശരീരത്തിൽ നമ്മളെ ഷർട്ടിലും തുണിയിലൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെടും. എൻ്റെ മക്കളെ നമ്മൾ വേദനിപ്പിക്കും. അതൊന്നും ഇനി വേണ്ട. ഈ സാധനമുള്ള ധൈര്യത്തിൽ തന്നെയാണ് എവിടുന്ന് മഷിയായാലും പോക്കറ്റിൽ പെന്ന് ലീക്കാവും. പോക്കറ്റ് മുഴുവനും ഒരുപാട് ഷർട്ടുകൾ നമ്മൾ പെന്നിലെ മഷി ലീക്കായിട്ടൊക്കെ ഒഴിവാക്കിയ ആളുകളുണ്ട്. അതിന്നൊക്കെ മോചനമാണ് ഈ ദ്രവ്യം. അപ്പോൾ ഇതിങ്ങനെ ഒരുതിട്ട് പോക്കി തരാം. സാധനം പോയി തുടങ്ങിക്കുന്നു. അപ്പം അത്യാവശ്യമുള്ളവർക്ക് ഇങ്ങനത്തെ ഉപകാരങ്ങളൊക്കെ ഇതുകൊണ്ടുണ്ട്. പെന്നിന്റെ മഷി പോയി. പെന്നിന്റെ മഷി കറ പോയി കിട്ടിക്കുന്നു. വെറുതെ പറയില്ല. ഈ സാധനമുള്ള ധൈര്യത്തിലാണ് എവിടുന്ന് മഷി ആയി കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ട് വീട്ടിലേക്ക് പോണത്. പോയി ഒന്ന് വാഷ് ചെയ്യണോ എന്ന് കണ്ടോ. സ്ഥലം മാറ്റിയിട്ടൊന്നുമില്ല. ഇനി സ്ഥലം മാറ്റി എന്നൊക്കെയുള്ള സംശയം വരാൻ നിങ്ങൾ ഒരു ദിവസം ഉപയോഗിച്ചിട്ട് വേണ്ടാന്ന് വെച്ചാൽ തിരിച്ചയച്ചാല് ഇന്ന് തന്നെ ടെസ്റ്റ് ചെയ്യുക. 5 ദിവസം സമയമുണ്ട്. 4 ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് വിളിക്കുന്നേക്കാളും ഭംഗി അന്ന് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് പറ്റില്ല. നാളെ രാവിലെ ഒരു ബട്ടൺ അടിച്ചാലേ വിവരം കിട്ടും. ഒരു കൂട്ടിക്കൊണ്ടിരിക്കോളൂ. നിങ്ങളെ പൈസ തിരിച്ചവിടെ എത്തും ചെയ്യും. ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇത് ഇങ്ങനെ പൈസ തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അത്രമാത്രം ഉറപ്പും ഗ്യാരണ്ടി വിശ്വാസവും ഈ പ്രോഡക്റ്റിലുള്ളത് കൊണ്ടാണ്. ഇതൊക്കെ ഞാൻ ലൈവായിട്ടാണ് ചെയ്ത് കാണിച്ചു തരുന്നത്. നാളെ ചോദ്യം ചെയ്യുക. ഉറപ്പിച്ച് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം. ഒരുപാട് ആളുകൾ എന്നെ വിളിക്കുന്നതും ചോദിക്കുന്നതാണ്. ഞാൻ ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്ത് വാങ്ങാൻ വേണ്ടി പറയണതാണ്.
ഇനി കാണിക്കുന്ന ഈ മാജിക്കിന്റെയും ന്യൂട്ടന്റെ പ്രൊഡക്റ്റിന്റെ ഒക്കെ എന്ത് കാണിക്കുന്നതും പഴയത് ഏറ്റങ്ങള് സർക്കസ് കളിക്കരുത്. ഇത് പുതിയതിന്റെ കാര്യങ്ങൾ ഞാൻ അച്ചാർ ഇന്നലെ ആയതും ഇപ്പം കാണിച്ച പെണ്ണിന്റെ ഒക്കെ ഒരുപാട് കാലം പൈക്കുള്ള മഷിയും അച്ചാർ ഏറ്റവും നോക്കിയിട്ട് ശരിയാവില്ല പോയില്ല എന്ന് പറഞ്ഞിട്ട് അപമാനിക്കരുത്. ഇത് ഉള്ളത് കാര്യം തുറന്നു പറയാണ്, അത്ര ഗ്യാരണ്ടി ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കണ്ടില്ലേ, ഇനി മൾട്ടിപർപ്പസ് ആണ് ഇതിന്റെ ഉപയോഗം. അത് ഞാനൊന്നും പാടെ കാണിച്ചു തരാം. ഇതിപ്പോ നമ്മള് ഇതാ സ്വിച്ച് ബോർഡ്, ഈ സ്വിച്ച് ബോർഡിന്റെ അടുത്തൊക്കെ നമ്മൾ കുറെ കൈ തട്ടു. ഇതാ ഈ ചുമരിലൊക്കെ കറണ്ട്, ഒന്ന് കറ ഉണ്ടാക്കിയതല്ല, ആണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് നോക്കാലോ. ഈ സാധനങ്ങളൊക്കെ ഇതാ പോയി കിട്ടി. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് മരത്തിന്റെ കറ, സോഫന്റെ മുകളിൽ സോഫന്റെ വുഡന്, പാത്രങ്ങള്, സ്റ്റൗവ്, കിച്ചണിലെ അലമാരകള്, എല്ലാ സാധനങ്ങളും, മതിലുകൾ, ആള് വരുന്നിടത്തൊക്കെ മക്കള് മതിലിന്റെ മുകളിൽ പെന്നോണ്ടും സ്കെച്ച് കൊണ്ടൊക്കെ വരച്ചിടും ഫുള്ളായിട്ട്. ആ വക സാധനങ്ങൾ മുഴുവന് ഇതുകൊണ്ട് നിങ്ങൾക്ക് തുടയ്ക്കാം. ഇതൊന്നും നഷ്ടം വരില്ല. ഒരു ദിവസം നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ ആ അഡ്രസ്സിൽ ബട്ടൺ നിൽക്കുക, തിരിച്ചു പോലും കൊണ്ടേക്കോളും, പൈസ കൊള്ളേക്കും വരും. നിങ്ങളെ മുതലുകൾ എപ്പോഴും വൃത്തിയായി നീറ്റായി നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. പിന്നെ അത് ഗ്യാസ് ബേസ്ഡ് അല്ല, ഇതിൽ 300 മില്ലിയാണ് ഈ ലിക്വിഡ്. ശരിക്കും പൂർണ്ണമായിട്ട് 300 മില്ലി ഈ ലിക്വിഡ് ഉണ്ടാവും. ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വറ്റിയിട്ടൊന്നല്ല. ഗ്യാസ് ബേസ്ഡ് അല്ലാത്തതുകൊണ്ട് അങ്ങനെ വറ്റിപ്പോയ, അങ്ങനെ ഈ സ്പ്രേ ചെയ്യുമ്പോൾ പോണ പ്രശ്നമില്ല. ഇവിടെ 3 കൊല്ലം ഇതിന് ഗ്യാരണ്ടി ഉണ്ട്. 3 കൊല്ലം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് ഉപയോഗിക്കുക. വളരെ ക്ലീനായി നന്നായിട്ട് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കുക. പല ഉപകാരങ്ങൾക്കും പല ഉപയോഗങ്ങൾക്കും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും.